പ്രസംഗിക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാനിന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ദൈവ സാന്നിധ്യത്തെക്കുറിച്ചാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ പഠിപ്പിക്കുന്നത് ഈ വർഷം മുഴുവനും സാധിക്കുന്നുവെങ്കിൽ നമ്മൾ പറയാൻ പോകുന്നത് ദൈവദിനം പറയുവാണ്. നമ്മളോട് ദൈവാത്മാവ് ഇടപെട്ടത് എങ്ങനെയാണ്? ഇത് ഇയർ ഓഫ് പ്രസൻസ് ആൻഡ് പീസ്. ദൈവ സാന്നിധ്യത്തിൻ്റെ വർഷമാണിത്. ഒന്ന് കൈയടിച്ചൊരു ആമീൻ പറഞ്ഞേ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ദൈവത്തോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ അനേകരെ അത്ഭുതങ്ങളെ നടത്തുന്ന, അനേകർക്ക് അത്ഭുതങ്ങളെ കൊടുക്കുന്ന, ദൈവമായി അത്ഭുതപൂർവമായി നടക്കുന്ന ഒരു കൂട്ടമായി നിങ്ങളിൽ ചിലർ എഴുന്നേൽക്കുവാനിടയാകും. നിങ്ങളുടെ ദൈവമായുള്ള ബന്ധത്തിന്റെ ആഴം വർദ്ധിക്കാൻ പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആഴം വർദ്ധിക്കാൻ പോകുന്നു. നിങ്ങളുടെ ശുശ്രൂഷയുടെ ആഴം വർദ്ധിക്കാൻ പോകുന്നു. നിങ്ങൾ ദൈവമായി മുഖാമുഖം കാണാൻ പോകുന്നു. ദൈവിക അനുഗ്രഹത്തിന്റെ അടുത്ത പടിയിലേക്ക് വളരാൻ പോകുന്നു. സ്വപ്നങ്ങളും ദർശനങ്ങളുമാകുന്നൊരു ശുശ്രൂഷ ഉണ്ടാകാൻ പോകുന്നു. ഇതിൽ ചിലർ പ്രവചിക്കാൻ തുടങ്ങുന്നു. ഇതിൽ ചിലർ അധികാരത്തോടെ ശുശ്രൂഷിക്കാൻ തുടങ്ങുന്നു. ലോകത്തിന്റെ അറ്റത്തോളം പോകുന്ന ചിലര് കൂടെ ദൈവത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഇത് നമ്മുടെ സീസണാണ്. ഓ കമോൺ, കൈകളടിച്ചൊരു ഹല്ലേലൂയ പറയാം. ഇത് എന്റെ സീസണാണ്. ഇത് എന്റെ സമയമാണ്. ഇത് മൈ സീസൺ. ദിസ് ഈസ് മൈ ടൈം. നമുക്കൊരു വാക്യത്തിലേക്ക് വരാം. 1 യോഹന്നാൻ അതിന്റെ 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ അവിടെ എഴുതിയിരിക്കുക, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങളത് കണ്ടു സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെയും ഇരിക്കുന്ന നിങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടതും കേട്ടതും നിങ്ങളോട് ഞങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനെ നിങ്ങളോടും അറിയിക്കുന്നു. യോഹന്നാനോട് ചോദിക്കാം, യോഹന്നാനെ, എന്താണ് ഈ എഴുതിയ ലേഖനത്തിന്റെ ഉദ്ദേശം? യോഹന്നാൻ പറയും, ആ എഴുതിയ ലേഖനത്തിന്റെ ഉദ്ദേശം ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചു തൊട്ടതുമായത്. ഞങ്ങൾ കണ്ടതും കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും നോക്കിയതും തൊട്ടതുമായത് നമ്മളോട് പങ്കുവെക്കുകയാണ് ഈ ലേഖനത്തിൻ്റെ ഉദ്ദേശം. എന്തിനാണ് നമ്മളോട് പങ്കുവെക്കുന്നത്? എന്താണ് പങ്കുവെക്കുന്നതിന്റെ ഉദ്ദേശം? ഞങ്ങൾ കണ്ടു, തൊട്ടു, കേട്ടു എന്ന് പറഞ്ഞ് ഞങ്ങൾ ദൈവത്തെ കണ്ടു, കേട്ടു, തൊട്ടു. ഞങ്ങൾക്ക് അത് നിമിത്തം ദൈവമായ ഒരു കൂട്ടായ്മയുണ്ടായി, ഫെലോഷിപ്പ് ഉണ്ടായി. ഫെലോഷിപ്പ്, കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്ന, ഒരുമിച്ച് സമയം ചെലവഴിക്കുന്ന, ഒരുമിച്ച് തൻ്റെ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരാത്മാനുഭവം ഉണ്ടായി. ആരുമായി? ദൈവവുമായി, പിതാവുമായി, പുത്രനുമായി ഉണ്ടായി. അത് നിങ്ങളോട് ഞങ്ങൾ അറിയിക്കുകയാണ്. അതാണ് ഈ ലേഖനം. എന്തിനാണ് ഞങ്ങൾക്കുണ്ടായ അനുഭവത്തെ, അല്ലെങ്കിൽ യോഹന്നാനുണ്ടായ അനുഭവത്തെ ഞങ്ങളോട് അറിയിക്കുന്നത്? സോ സിമ്പിൾ. എന്താണോ ഞങ്ങൾക്ക് യേശുമായുള്ള ബന്ധത്തിലൂടെ ഉണ്ടായത്, അത് ഇത് വായിക്കുന്ന ആളുകൾക്കും ഉണ്ടാകേണ്ടതിനാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറ. ഈ പുസ്തകം ഒരു കഥാപുസ്തകമല്ല, ഒരു ചരിത്ര പുസ്തകമാണോ? ആണ്. എന്നാൽ ഇതൊരു കഥയല്ല എഴുതിയിരിക്കുന്നത്, അനുഭവങ്ങളുടെ സാക്ഷ്യം എഴുതിയ സ്ഥലമല്ല ഇത്. പകരം ഇത് ആരെങ്കിലും വായിച്ചാൽ ആ വായിക്കുന്ന ആളിനോട് ആ വായിക്കുന്ന സംഭവം പറയും, ഇതുപോലെ നിനക്കും അനുഭവിക്കാനായി പറ്റും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ ദൈവവചനം വായിക്കുക, ഇത് ആരെങ്കിലും വായിക്കുമ്പോൾ ഇത് അന്ന് സംഭവിച്ചൊരു കാര്യമായ വായിക്കുന്നതെങ്കിൽ അവർക്ക് അങ്ങനെ ഇരിക്കും. എന്നാൽ അന്ന് സംഭവിച്ചതുപോലെ ഇന്ന് ദൈവത്തിന് ചെയ്യാൻ കഴിയണം എന്നത് മനസ്സിലാക്കേണ്ടതിനാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് ആരെങ്കിലും ഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, ഇത് ഇന്നത്തേതിനു വേണ്ടി എഴുതിയതാണ്. ഈ പുസ്തകത്തിലെ ഓരോ വാക്കും യോഹന്നാൻ എന്താണോ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ അനുഭവിച്ചത്, അതേ അളവിൽ അതിലൊട്ടും കുറയാതെ ഞാനും നിങ്ങളും അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണുകയും കേൾക്കുകയും തൊഴുകയും ചെയ്യുന്ന അനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു ആമേൻ പറഞ്ഞാട്ടെ. ഇത് നിങ്ങളുടെ സീസണാണ്, ഇത് എന്റെ സമയമാണ്. ദൈവമായി കേൾക്കുകയും കാണുകയും കൂട്ടായ്മ ആചരിക്കും, അതിനു വേണ്ടിയാണ് ഇത് എഴുതിയത്. അപ്പൊ ദൈവം ഈ ബൈബിളിലെ ഈ ലേഖനം എഴുതിയ ഉദ്ദേശം യോഹന്നാൻ ഉണ്ടായ അതേ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകേണ്ടതിനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകം എഴുതിയതിന്റെ ഉദ്ദേശം ഞാനും നിങ്ങളും യോഹന്നാൻ ഏത് അനുഭവത്തിലൂടെ പോയോ അതിലൂടെ കടന്നു പോകണമെന്ന് യോഹന്നാൻ ആഗ്രഹിച്ചു. ഞാൻ കഴിഞ്ഞ വർഷം മുഴുവനും ആത്മലോകത്തിനെ കുറിച്ച് കുറച്ചൊക്കെ പഠിപ്പിച്ചു നിങ്ങളെ. നിങ്ങളിൽ ആത്മലോകം എന്ന വിഷയത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവം പറയാവോ? അനുഭവം ഞാൻ പറയാം. നിങ്ങളിൽ ചിലരെ ആത്മലോകമായി ബന്ധത്തിലേക്ക് വരാനിടയായി. ഈ പുസ്തകത്തിലുള്ളതും ദൈവഭൃത്യന്മാർക്ക് മനസ്സിലായതും നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഉണ്ടാകുക എന്താണോ അവർക്ക് മനസ്സിലായത്, എന്താണോ പങ്കുവെക്കപ്പെട്ടത്, അതിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാനായി കഴിയും. ഈ പകൽ ചിലരോട് ദൂത് പറയുക, ദൈവമായുള്ള ആഴമേറിയ ബന്ധത്തിലേക്ക് ചിലർ കടന്നു വരാൻ പോകുന്നു. Come on, come on, come on, come on. നിങ്ങളുടെ ആഴം വർദ്ധിക്കാൻ പോകുന്നു, നിങ്ങളുടെ ആത്മാനുഭവങ്ങൾ വർദ്ധിക്കാൻ പോകുന്നു, നിങ്ങളുടെ ശുശ്രൂഷകൾ വർദ്ധിക്കാൻ പോകുന്നു, നിങ്ങളുടെ ആത്മാവിന്റെ ഭാഷ മാറാൻ പോകുന്നു. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Wonderful Jesus. യേശു മരിച്ചു. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം വായിച്ചു തുടങ്ങുന്നത് യേശു മരിച്ചതിന് ശേഷം ശിഷ്യന്മാർക്ക് വീണ്ടും പ്രത്യക്ഷനായി. എന്തിന് പ്രത്യക്ഷനായി? താൻ ജീവിച്ചിരിക്കുന്നു എന്ന് പല ദൃഷ്ടാന്തങ്ങളിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യക്ഷനായി. യേശു ജീവനോടിരുന്നപ്പോ അവർക്ക് യേശുമായി കൂട്ടായ്മയുണ്ടായിരുന്നു. അവരടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞു, സംശയങ്ങൾ ചോദിച്ചു, രഹസ്യങ്ങൾ പങ്കുവെച്ചു. യേശു മരിച്ചു. എന്നാൽ യേശു മരിച്ചതിന് ശേഷം വീണ്ടും ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടു. ആ വെളിപ്പെട്ടതിന് ശേഷവും യേശു ചെയ്തത്, യേശു മരിക്കുന്നതിനേക്കാൾ മുമ്പ് എങ്ങനെയാണോ അവരുമായി കൂട്ടായ്മ ആചരിച്ചത് അതേപോലെ അവരുമായി ഇരുന്നു, കഴിച്ചു, രഹസ്യങ്ങൾ പങ്കുവെച്ചു, സ്വർഗീയ മർമ്മങ്ങളെ മനസ്സിലാക്കി കൊടുത്തു. അവർക്ക് മനസ്സിലായി ഈ ശരീരം വിട്ട് യേശു പോയി, ഈ ലോകം വിട്ട് യേശു പോയെങ്കിലും യേശു ഇപ്പോഴും അവരോടൊപ്പം ഫെലോഷിപ്പ് അനുഭവിക്കാൻ കടന്നു വരാൻ റെഡിയാണ്. ഒന്നും കൂടെ പറയാം. യേശു മരിക്കുന്നതിനേക്കാൾ മുമ്പ് അവർ വ്യക്തിപരമായി യേശുവിനെ കണ്ടു. നോക്ക, ഞങ്ങൾ മുഖാമുഖമായി സംസാരിച്ചു, വർത്താനം പറഞ്ഞു, എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു, കെട്ടിപ്പിടിച്ചു, ഉമ്മ കൊടുത്തു. ഇതായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം. നിങ്ങളൊരു ആമീൻ പറയാത്ത എന്താ? ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറയാത്ത എന്താ? ഇവള് തടി കുറഞ്ഞിരിക്കുന്നതിന്റെ രഹസ്യം അറിയാമോ? ഇവളുടെ അമ്മ ചിപ്സ് കൊണ്ടുവരുമ്പോൾ എൻ്റെ മോൻ അടിച്ചു മാറ്റും. ഇവള് മൂത്ത മോനും ഇവള് ഒരു പ്രായമാ. ഇവളെ ചിപ്സ് അന്ന് അടിച്ചു മാറ്റി അവൻ തടിയനായി, ഇവള് ഇങ്ങനെയായി. ഓക്കെ, ഒരു നല്ല ആമീൻ പറഞ്ഞാട്ടെ. നോക്ക, ശ്രദ്ധിച്ചേ. വർത്തമാനം പറഞ്ഞു, സംസാരിച്ചു, അടുത്തിരുന്നു, ഒരുമിച്ച് കഴിച്ചു. അത് ആണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. മരിച്ചുപോയി. മരിച്ചു പോണേക്കാൾ മുമ്പായിരുന്നു ഞങ്ങൾക്ക് എന്തുണ്ടായിരുന്നത്? കൂട്ടായ്മ ഉണ്ടായിരുന്നത്. മരിച്ചു പോയിട്ട് ആ മരിച്ചയാൾ ഇതേപോലെ എൻ്റെ അടുത്ത് വന്നിരുന്ന് ആ കൂട്ടായ്മ ആചരിച്ചാൽ നിങ്ങളും ചിന്തിച്ചു നോക്കി, നമ്മുടെ ചിന്താഗതി എന്തായിരിക്കും? ഒരു നല്ല ഹല്ലേലൂയ പറ. ഇയാൾ ഇത്രയും നാൾ എൻ്റെ കൂടെ ജീവിച്ചു, ഇയാൾ മരിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിട്ട് വീണ്ടും അതേപോലെ ഞങ്ങളോട് വർത്തമാനം പറയാൻ വന്നിരുന്ന അയാളുടെ ഉറപ്പ് എന്തായിരിക്കും എന്ന് പറയോ? മരിച്ചാലും എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ കർത്താവിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കി. കർത്താവ് പറയുക, നോക്ക, എന്നാണോ ഞാൻ മരിച്ചു എന്ന് ചിന്തിച്ചത്, അവർ ചിന്തിച്ചത് അന്ന് എൻ്റെ കൂട്ടായ്മ തീർന്നു എന്നാണ്. പക്ഷെ ഉയർത്തെഴുന്നതിന് ശേഷം അവരോടുകൂടെ, ശിഷ്യന്മാരോട് കൂടെ യേശു സമയം ചെലവഴിച്ചപ്പോൾ മനസ്സിലായി, മരിച്ചാലും ആ കൂട്ടായ്മ തീരത്തില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഒപ്പം എത്തിയോ?
മരിക്കാതിരുന്ന സമയത്ത്, ജീവനോടിരുന്ന സമയത്ത് അവൻ്റെ യേശുവുമായുള്ള കൂട്ടായ്മ അവർക്കൊരു കാര്യം ഉണ്ടാക്കി. അത്ഭുതങ്ങളിലേക്ക് അവരെ നടത്തി, വീര്യപ്രവർത്തികളിലേക്ക് അവരെ നടത്തി. അവൻ പറഞ്ഞു വിട്ടെടുത്തെടുത്തെല്ലാം അത്ഭുതങ്ങൾ ഉണ്ടായി. മനസ്സിലായില്ല? ഒന്നും കൂടെ പാടി. ഞാൻ യേശുവാണ് കുറച്ചു നേരത്തേക്ക്, ഇത് കുറച്ചു നേരത്തേക്ക് പത്രോസാണ്. അതാരാണ്? പത്രോസാണ്. ഞങ്ങൾ തമ്മിൽ കൂട്ടായ്മയുണ്ടായി. ഒരു ദിവസം കൂട്ടായ്മയുടെ നടുവിൽ യേശു പറഞ്ഞു, ഞാൻ നിന്നെ അയൽവക്കത്തെ ഗ്രാമത്തിലേക്ക് അയക്കുകയാണ്. അവർ അയൽവക്കത്തെ ഗ്രാമത്തിൽ പോയി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവർ രോഗികളുടെ മേൽ കൈവച്ചു, അവർ സൗഖ്യമായി. അവർ എന്ന് പറഞ്ഞാൽ ജീവനോടിരുന്നപ്പോ ഇവനെ അവർ അധികാരപ്പെടുത്തി. ആ അധികാരം ഉണ്ടായത് ഞങ്ങളുള്ള കൂട്ടായ്മയിലായിരുന്നു. പക്ഷെ ആള് മരിച്ചു, ഞാൻ മരിച്ചു. ഇയാള് ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഇനി ഒരിക്കലും എനിക്ക് അങ്ങനെ ആകാൻ കഴിയത്തില്ല. എന്നാൽ മരിച്ച ഞാൻ തിരിച്ചു വന്നിട്ട് വീണ്ടും കൂട്ടായ്മയായിരിക്കുക. അപ്പൊ അവനൊരു കാര്യം മനസ്സിലായി, നേരത്തെക്കാളും ഞാൻ ശക്തനാണ്. നേരത്തെ എങ്ങനെയായിരുന്നോ അതിനേക്കാൾ കൂടുതൽ ചിലത് ചെയ്യാനായി പറ്റും. എന്റെ കൂടെ എത്തിയെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദമെടുത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു ജീവിച്ചിരുന്നപ്പോ അവർ കൂട്ടായ്മ അനുഭവിച്ചു. അവർ കൂട്ടായ്മയിൽ പലതും അവർ പങ്കുവെച്ചു, അധികാരങ്ങൾ പങ്കുവെച്ചു. മരിച്ചതിന് ശേഷം യേശു വന്നു. യേശു വന്നതിന് ശേഷം അവർക്കൊരു കാര്യം മനസ്സിലായി, യേശു മരിച്ചിട്ടില്ല, ജീവിക്കുന്നു. എന്നിട്ട് യേശു ഒരു വാചകം പറഞ്ഞു. ഞാൻ പോകുകയാണ് മറുപടിയും. പക്ഷേ ഇപ്പൊ നിങ്ങൾ അനുഭവിച്ച ഞാനുമായുള്ള കൂട്ടായ്മ തീരത്തില്ല. എനിക്ക് പകരം വേറൊരാളെ ഞാൻ വിടും. എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ആ പകരം വിടുന്നയാള് എന്നെ പോലെയാണ് ഇരിക്കുന്നത്. ഞാൻ എങ്ങനെയാണോ നിങ്ങളോട് വർത്താനം പറഞ്ഞ് സമയം ചെലവഴിച്ചത്, അധികാരം പകർന്നത്, ശക്തീകരിച്ചത്, അതിനേക്കാൾ ശക്തനാണ് വരാൻ പോകുന്നത്. അവനാണ് ഇനി അത് ചെയ്യാൻ പോകുന്നത്. കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Listen to me carefully. യേശു പോയപ്പോ ശിഷ്യന്മാർ പ്രതീക്ഷിച്ചത് ശക്തി വരുമെന്നല്ല, വ്യക്തി വരുമെന്നാണ്. എന്നാ യേശു ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടു സ്വർഗത്തിലേക്ക് പോയി. അപ്പോ നമ്മുടെ തലയിൽ വന്നിട്ടുള്ള തീനാളം പോലെ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ പതിഞ്ഞു എന്നാണ്. നമ്മുടെ തലയിലുള്ളത് യേശു പോയപ്പോ ശക്തി വന്നു എന്നാണ്. എന്നാൽ ശിഷ്യന്മാരുടെ അകത്തുണ്ടായിരുന്നത് യേശു പറഞ്ഞതായിരുന്നു, ശക്തിയെല്ലാം വരാൻ പോകുന്നത്, വ്യക്തിയാണ് വരാൻ പോകുന്നത്. ആർക്ക് പകരമായിട്ട്? യേശുവിന് പകരമായിട്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. യേശുവിന് പകരമായിട്ട് വന്നയാളാണ് പരിശുദ്ധാത്മാവെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? യേശു എങ്ങനെയായിരുന്നു ശിഷ്യന്മാരോട്? ഭയങ്കരമാണ് യേശു ശിഷ്യന്മാരോട് എങ്ങനെയായിരുന്നു എന്ന്. വാടാ, ഞാൻ കുറച്ചു നേരത്തിന് ശിഷ്യനാണ്. ഇവൻ ആരാണ്? യേശുവാണ്. ആരാണ് ഇവൻ? യേശു. ഞാൻ ആരാ? ശിഷ്യൻ. ഞങ്ങൾ രണ്ടുപേരും കൂടെ വയലിലൂടെ പോവുകയാണ്. എവിടെ പോവാ? അതിൻ്റെ ഇടയിൽ കുറെ നെല്ല് വളർന്നു നിൽക്കുന്നു. ഞാൻ അതിൽ നിന്ന് കുറച്ച് കതിര് പറിച്ചു, തൊലി ഇളക്കി വായിലോട്ടിട്ടു. ദൈവത്തിന്റെ കൂടെ ആരെങ്കിലും അങ്ങനെ നടന്നാൽ അങ്ങനെ ചെയ്യുവോ? നിങ്ങളുടെ തലയിൽ കയറിയില്ല. നിങ്ങൾ ആരെങ്കിലും ദൈവമായി നടക്കുക? അല്ല. ഇപ്പോ ഇതെന്നെ ഭയങ്കര സ്നേഹം കെട്ടിപ്പിടിക്കുക, ഉമ്മൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പൊ അടുത്ത് വന്നപ്പോ ഒന്ന് വിറയ്ക്കുക. അതിന്റെ കാരണം എന്തോ? ബഹുമാന നിമിത്തം ഉണ്ടായ വിറയില്ല ഇത്. ഇപ്പൊ ഞാൻ ഇവനും കൂടെ നടക്കുന്ന സമയത്ത് ഇവനപ്പുറത്ത് വയലിലൂടെ പോകുമ്പോ ആ നെല്ല് പറിച്ചിട്ട് തിന്നാൻ തുടങ്ങുവോ? ഇവൻ പറയും ബ്രദർ കൂടെ ഉണ്ട്. ആര്? ബ്രദർ കൂടെ ഉണ്ട്. എന്തെങ്കിലും ചെയ്യണം തോന്നിയാ പറയും ബ്രദർ കൂടെ ഉണ്ട്. പറയൂ ഇല്ലയോ?
എന്നാൽ ഞങ്ങൾ തമ്മിൽ അങ്ങ് അടുത്ത മച്ചാനോ എന്റെ തോളിലെടുത്ത് കൈയിട്ടടാ, ഞങ്ങളിങ്ങനെ മച്ചാനോ എന്ന് വിചാരിക്കേ. പിന്നെ ബ്രദർ കൂടെ ഉണ്ടോന്ന് തോന്നുവോ അതോ കൂട്ടുകാരൻ കൂടെ ഉണ്ടോന്ന് തോന്നുവോ? പറ. അങ്ങനെ യേശുവും ശിഷ്യന്മാരും തമ്മിലായിരുന്നു. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് യേശു പോകുമ്പോ അവരുടെ ഉള്ളിലുണ്ടായ വിഷമം, ഇതുവരെ ശക്തീകരിച്ചവൻ, ദൈവമായിരുന്നവൻ എനിക്ക് സുഹൃത്തായി ഇപ്പോൾ അവൻ പോകാൻ പോകുകയാ. യേശു പറഞ്ഞു, ഇല്ല, ഞാൻ പോകുന്നത് മെച്ചം, എന്നേക്കാൾ സ്നേഹിതനായ ഒരുവൻ വരാൻ പോവാ. എന്നെയുമായി നിങ്ങൾക്ക് എത്ര അടുത്ത ബന്ധമുണ്ടോ അതിനേക്കാൾ ആഴമായ ഒരു ബന്ധം, ആഴമായ അടുപ്പം ഉണ്ടാകേണ്ടതിന് തക്കവണ്ണമുള്ള ഒരാളെ ഞാൻ അയക്കാൻ പോകുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് അറിയാവുന്നത് യേശുവിനെ പോലെ അല്ല. പരിശുദ്ധാത്മാവിനെ നമുക്ക് അറിയാവുന്നത് ശക്തിയായി, തീയായി, കാറ്റായി, എണ്ണയായി, വെളിച്ചമായി ഒക്കെയാണ് പരിശുദ്ധാത്മാവിനെ അറിയുന്നത്. നമ്മൾ ആരെങ്കിലും തീയോട് സംസാരിക്കുവോ? നമ്മൾ ആരെങ്കിലും കാറ്റിനോട് സംസാരിക്കുവോ? നമ്മൾ ആരെങ്കിലും എണ്ണയോട് മിണ്ടുവോ? നമ്മൾ ആരെങ്കിലും വെള്ളത്തോട് സംസാരിക്കുവോ? നിങ്ങൾ എന്താ ഒന്നും പറയാത്തെ? അതുകൊണ്ട് നമ്മൾ ആരോട് സംസാരിക്കാറില്ല? പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാറില്ല. പക്ഷെ നമ്മളെല്ലാവരും ആരോട് സംസാരിക്കാറുണ്ട്? യേശുവിനോട് സംസാരിക്കാറുണ്ട്. പക്ഷേ വേദപുസ്തകം പറയുക, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഉചിതമാണ്, ഞാൻ വേറൊരാളെ വിടാം, എന്നെ പോലെ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നവൻ. നിങ്ങൾ അതിന് കൈയടിച്ചില്ല, ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല. അടുത്തിരിക്കുന്നവരോട് പറ, യേശു വന്നതിന്റെ ഉദ്ദേശം അറിയാവോ? നിങ്ങൾ പറയാൻ പോകുന്ന മറുപടി, പാപികളെ രക്ഷിക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ, രക്ഷയെ തരാൻ, സ്വർഗത്തിൽ കൊണ്ടുപോകാൻ, നിത്യത ഉറപ്പാക്കാൻ. ഇതൊക്കെ ശരിയാണ്. പക്ഷെ യേശു വന്നത് അതിനേക്കാൾ വലിയൊരു കാര്യത്തിന് വേണ്ടിയാ. ഒരു നല്ല ഹല്ലേലൂയ പറയോ. യേശു വന്നത് എന്തിനു വേണ്ടിയാ? പിതാവ് നമ്മെ സ്നേഹിച്ചു, അത് നിമിത്തം യേശുവിനെ അയച്ചു. യേശു തന്റെ കൃപയെ എൻ്റെ മേൽ പകർന്നു. എന്തിനു വേണ്ടി? സോ സിമ്പിൾ. ആ ദൈവത്തിൻ്റെ ആത്മാവുമായി ഞാൻ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 2 വെള്ള ഷോള് തരാൻ പറ്റുമോ? ഒരു ഷോളും തന്നേ. സഹോദരന്മാര് 3 പേര് വന്നേ. 4 പേര് വാ, 4 പേര് വാ. അങ്ങോട്ട് നിരന്ന് നിൽക്കാവോ? നിങ്ങളൊരു കാര്യം പഠിപ്പിക്കാനാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ഇത് പിതാവാം ദൈവമാണ്. ഇതാരാണ്? യേശുവിനെ അയച്ചു. ഇതിനെ കണ്ടാൽ തന്നെ ഒരു യേശുവിന്റെ ലുക്കില്ലേ? എന്തിനു വേണ്ടിയാ? ഇതും പിതാവാം ദൈവമാണ്. ഇതാരാണ്? പിതാവാം ദൈവം യേശുവിനെ അയച്ചു. എന്തിനു വേണ്ടി? പിതാവിനെ എന്നോട് സംസാരിക്കണമെങ്കിൽ, പിതാവിനെ എന്നോട് സംസാരിക്കണമെങ്കിൽ, നേരിട്ട് ഇടപെടണമെങ്കിൽ എന്റെ അഴുക്ക് നിമിത്തം സാധിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് യേശുവിനെ അയച്ചിട്ട് ഇയാളെ വിശുദ്ധനാക്കി. പിതാവിനെ ഇയാളോട് സംസാരിക്കണം. പിതാവൻ ദൈവത്തോട്, പിതാവിനെ ഇയാളോട് സംസാരിക്കണം. അതുകൊണ്ട് യേശുവിനെ അയച്ചിട്ട് എന്നെ വിശുദ്ധനാക്കി. എന്നിട്ട് പിതാവ് യേശുവിനോട് അല്ലെങ്കിൽ എന്നോട് സംസാരിക്കേണ്ടതിന് തൻ്റെ ആത്മാവിനെ കൂടെ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി എനിക്ക് ഇവനോട് സംസാരിക്കാം. അതാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. പിതാവ് നേരിട്ട് നമ്മുടെ അടുക്ക് വരുന്നില്ല, തൻ്റെ ആത്മാവിനെ അയച്ചിട്ട് പറഞ്ഞു,
എനിക്ക് ഇനി ഇവന് കൂടെ നടക്കാം, എനിക്ക് ഇവനോട് സംസാരിക്കാം, എനിക്ക് ഇവനെ കൂട്ടായ്മ സ്വീകരിക്കാം. കാരണം ഇവനും ഞാനും തമ്മിലുള്ള അകലം മാറി ക്രിസ്തുയേശുവിലൂടെ എനിക്ക് ഇവനുമായി കൂട്ടായ്മയുണ്ടാകാം. അപ്പൊ യേശു വന്നത് ദൈവവുമായി നിരപ്പിക്കാനാണ്. ആരുമായി നിരപ്പിക്കാനാണ്? എന്തിനാ ദൈവമായി ദൈവം നമ്മളെ നിരപ്പിച്ചത്? ദൈവമായുള്ള കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാനാണ്. ദൈവം ആദാമിനെ ഉണ്ടാക്കിയത് ഒരു മനുഷ്യനെ ഉണ്ടാക്കാനല്ല, ദൈവമായ കൂട്ടായ്മ മനുഷ്യനുണ്ടാകാനാണ്. ആ കൂട്ടായ്മ പുനഃസ്ഥാപിക്കുകയാണ് യേശു കർത്താവ് ചെയ്തത്. ഷോളുകൾ കൊടുക്ക അവർക്ക്. എന്നാ യേശു എന്താ ചെയ്തത്? ആ കൂട്ടായ്മയെ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ യേശു വന്നതിന്റെ ഉദ്ദേശം, മനുഷ്യരാശിയിൽ ദൈവത്തിന്റെ ഉദ്ദേശം ദൈവമായുള്ള കൂട്ടായ്മയായിരുന്നു. എന്നാൽ ദൈവമായ കൂട്ടായ്മയിൽ നിന്ന് മനുഷ്യൻ മാറിപ്പോയി. യേശുവിനെ അയച്ചിട്ട് ആ കൂട്ടായ്മ റിസ്റ്റോർ ചെയ്തു. പക്ഷേ നമ്മൾ ബന്ധക്കോസുകാർ കൂട്ടായ്മയിലേക്ക് എത്തിയില്ല, യേശു വരെ എത്തിയുള്ളൂ. യേശു വന്നത് എൻ്റെ പാപം ക്ഷമിക്കാനും നിത്യതയെ കൊണ്ടുപോകാനുമാണ് എന്നതുവരെ എത്തിയുള്ളൂ. എന്നാൽ യേശു വന്നത്, പാപം ക്ഷമിച്ചത്, നിത്യതയിൽ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തത് ദൈവവുമായുള്ള കൂട്ടായ്മയെ റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു ഒരു ആമേൻ പറ. ഒന്ന് ചേർന്ന് കൈയടിക്കും ഒരു ഹല്ലേലൂയ പറ. അപ്പൊ ദൈവത്തിന്റെ ആഗമന ഉദ്ദേശം നിത്യത മാത്രമല്ല, നിത്യമായ കൂട്ടായ്മയായിരുന്നു. ആരുമായിട്ട്? ദൈവമായുള്ള ഫെലോഷിപ്പ്. ആ ഫെലോഷിപ്പാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നത്. ആ കൂട്ടായ്മയാണ്. ഞാൻ ഈ മീറ്റിങ്ങിന്, ഇന്നത്തെ മെസ്സേജിന് പേരിടുവാൻ ആഗ്രഹിച്ചത് കൂട്ടായ്മ കാര്യങ്ങൾ തീരുമാനിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നാ നിങ്ങളുടെ കൂട്ടായ്മ കാര്യങ്ങളെ തീരുമാനിക്കും. ആരുമായുള്ള കൂട്ടായ്മ? ദൈവമായുള്ള കൂട്ടായ്മ. ആരെങ്കിലും ദൈവമായുള്ള കൂട്ടായ്മയിലേക്ക് കടന്നാൽ അയാളുടെ ജീവിതം അപ്പാടെ മാറാനിടയാകും. കൈകളടിച്ച് കർത്താവിനെ ആരാധിച്ചാട്ടെ, യേശുവെ നിന്ന് വിളിച്ചാട്ടെ. യേശു വന്നതിന്റെ ഉദ്ദേശം നിങ്ങളുടെ തലയിൽ കയറിയോ? എന്തുവാ? പാപികളെ രക്ഷിക്കാനും രോഗികളെ സൗഖ്യമാക്കാനും നിത്യതയെ കൊണ്ടുപോകാനും മാത്രമല്ല. എല്ലാവരും പറഞ്ഞേ, മാത്രമല്ല, പിതാവാം ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് എന്നെ മടക്കിക്കൊണ്ടുവരാനാണ് യേശു വന്നത്. പക്ഷെ നമുക്ക് ആ കൂട്ടായ്മ പരിചയമില്ല. നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആരോടെ സംസാരിക്കത്തുള്ളൂ? യേശുവിനോടെ സംസാരിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയെ പോലെ ശിഷ്യന്മാർക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങൾക്ക് പിടികിട്ടിയില്ല. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ പത്രോസ് പറയുവാ, ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും മനസ്സിലായി. എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലായി. അതിന്റെ കൂട്ടത്തിൽ വേറൊരാള്, എനിക്കും രതീഷിനും മനസ്സിലായി എന്ന് പറഞ്ഞാൽ എനിക്ക് പിടികിട്ടും. അതൊരു വ്യക്തിയാ. എനിക്കും വിക്ലിഫിനും മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ അന്ന് വരെ ചിന്തിച്ചിരുന്നത് പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വന്നു, എനിക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധാത്മാവിന്റെ മനസ്സിലാകില്ല. അല്ല, അതെങ്ങനെയാ അങ്ങനെ ചിന്തിക്കുന്നേ എന്ന് പറഞ്ഞാൽ, ശിഷ്യന്മാർക്കെല്ലാം പരിശുദ്ധാത്മാവ് യേശുവിനെ പോലെ ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ വ്യക്തിയും ശക്തിയും കൂടെ ബന്ധം എന്തുവാ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ വ്യക്തിയുടെ ശക്തിയാണ് ഞാൻ അനുഭവിക്കുന്ന ദൈവശക്തി എന്ന് പറയുന്നത്. ആ വ്യക്തിയുടെ ശക്തിയാണ് ഞാൻ അനുഭവിക്കുന്ന ദൈവശക്തി എന്ന് പറയുന്നത്. നീങ്ങൊന്നേടാ, നീങ്ങൊന്നേ, ഇവിടെ മുമ്പിൽ നിന്നേ. ഇവനെല്ലാം കോലുവാ. നീ ഇവനെ കണ്ടു നോക്കിയേ. ഇവന് വല്ല ആരോഗ്യമുണ്ടോ? അതിന്റെ വേറൊരു വലം കൈ. എന്നെ ശ്രദ്ധിക്കാവോ? എന്നാൽ ഞാൻ കുറച്ച് ബലമുള്ള ആളാ. ഞാൻ ഇവനോട് കൂടെ ചേർന്നു നീ ആയിരിക്കും. എടാ, ഇത് ഒറ്റയ്ക്ക് പൊക്കിയടാ.
പൊക്കരുത്, എന്നെ വില കളയല്ലേ. എന്നാ ഇവന് കഴിയാത്തതിൽ എന്റെ കൈ കൂടെ വെളിപ്പെട്ടാൽ അവന് കഴിയാത്തത് സാധ്യമാകുകയാണ്. അതാണ് പരിശുദ്ധാത്മാവ് ചെയ്തത്. ശക്തി തന്നു വിടുകയല്ല, വ്യക്തി കൂടെ വന്ന് ചെയ്യുകയാ ചെയ്തത്. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. ഒരു വ്യക്തി എന്റെ ഒപ്പം ഉള്ളതാണ് ആ ശക്തിയുടെ രഹസ്യം എന്ന് പറയുന്നത്.